നമസ്കാരം. കേരളം തിരഞ്ഞെടുപ്പ് ചൂടിലേക്ക് എത്തുമ്പോൾ നമ്മൾ ആലപ്പുഴ നിയോജക മണ്ഡലത്തിൽ ആലപ്പുഴ നിയോജക മണ്ഡലത്തിൻ്റെ പ്രത്യേകത ഇപ്രാവശ്യം വളരെ വലുതാണ്. കാരണം ആ, കഴിഞ്ഞ 60 വർഷക്കാലത്തിലധികമായി ഒരു കോമ്രേഡായി, ഒരു സഖാവായി, ഒപ്പം തന്നെ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളുടെ താത്വിക ആചാര്യനായി, ഒപ്പം ഈ സോഷ്യലിസത്തെ ഇത്രത്തോളം സ്നേഹിച്ചിരുന്ന ഒരു വ്യക്തി എന്ന് വേണമെങ്കിൽ പറയാവുന്നതാണ് അമ്പലപ്പുഴയുടെ ജി സുധാകരൻ, കേരളത്തിൻ്റെ സ്വന്തം സഖാവായിട്ടുള്ള ജി സുധാകരൻ. പക്ഷെ അദ്ദേഹം ഇപ്പോൾ ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ നിന്നും വളരെ അകലെയാണ്. അതിൽ നിന്ന് മാറുകയും ഒപ്പം തന്നെ കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തങ്ങൾക്കെതിരെ, സോഷ്യലിസത്തിനെതിരെ വളരെ കൃത്യമായിട്ടുള്ള നിലപാടുകൾ എടുത്തുകൊണ്ട് കോൺഗ്രസിന്റെ പിന്തുണയോടുകൂടി അല്ലെങ്കിൽ UDF പിന്തുണയോടുകൂടി അവിടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി, ജനകീയ സ്വതന്ത്രനായി മത്സരിക്കുന്നു എന്നുള്ള പ്രത്യേകതയാണ് ആലപ്പുഴയെ ഇപ്രാവശ്യം വേറിട്ടതാക്കുന്നത്. അങ്ങനെ ആലപ്പുഴയിലേക്ക് എത്തപ്പെടുമ്പോൾ രക്തസാക്ഷികളുടെ വല്ലാതെ പ്രകീർത്തിക്കപ്പെടുന്ന മണ്ണാണ് ആലപ്പുഴയുടേത്. വയലാറും പുന്നപ്രയും ഒക്കെ ചേർന്ന് അങ്ങനെ വല്ലാതെ എപ്പോഴും ഈ കമ്മ്യൂണിസ്റ്റുകാരനെയും സോഷ്യലിസ്റ്റുകാരനെയൊക്കെ ചിലപ്പോൾ പ്രചോദിപ്പിക്കുന്ന ഒരു ഇടം കൂടിയാണ് ചേർത്തല അടക്കമുള്ള ആലപ്പുഴ എന്ന് പറയപ്പെടുന്ന സ്ഥലം. കണ്ണൂർ കഴിഞ്ഞാൽ ചിലപ്പോൾ അങ്ങനെ തന്നെ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഈ പുന്നപ്രയുടെയും വയലാറിൻ്റെയും ഒക്കെ അത്തരത്തിലുള്ള വലിയ രക്തസാക്ഷി ചിന്തകൾ തന്നെയാണ് എപ്പോഴും കമ്മ്യൂണിസ്റ്റുകാരന് ഉത്തേജനമായി മാറുന്നത്. അത്തരത്തിലൊരു ഉത്തേജിപ്പിക്കപ്പെട്ട, ചിലപ്പോൾ ഉത്തേജനങ്ങൾ കൊണ്ട് രക്തസാക്ഷി പരിവേഷത്തിലൂടെ തന്നെ മുന്നോട്ട് പോയപ്പെട്ട പല രക്തസാക്ഷികളും അടങ്ങുന്ന പുന്നപ്രയുടെയും വയലാറിൻ്റെയും ഒക്കെ മണ്ണിൽ നിന്ന് ഉയർത്തു വന്ന ഒരു നേതാവായിരുന്നു ജി സുധാകരൻ. ആ ജി സുധാകരനെ പാർട്ടി തള്ളിക്കളഞ്ഞിരിക്കുന്നു. പക്ഷേ ജനങ്ങൾ തള്ളിക്കളയുമോ എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം മത്സരത്തിന് ഇറങ്ങുന്നു. അപ്പോൾ അമ്പലപ്പുഴയിൽ അദ്ദേഹം മത്സരത്തിനിറങ്ങുമ്പോൾ വിജയിക്കുമെന്ന് തോന്നുന്നുണ്ട്. എന്ത് തോന്നുന്നു ഈ ആലപ്പുഴയുടെ ഒരു ജില്ലയുടെ ചിത്രം എന്ന് പറയുന്നത്? എങ്ങനെയാണ് സാറിന്, എങ്ങനെ തോന്നുന്നു? ആലപ്പുഴ എന്ന് കേൾക്കുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നത് പുന്നപ്ര വയലാറൊക്കെയാണ്. അത് കഴിഞ്ഞാൽ പിന്നീട് ഓർമ്മ വരുന്നത് സഖാവ് VS അച്യുതാനന്ദൻ ആണ്. അച്യുതാനന്ദൻ ഇല്ലാത്ത തെരഞ്ഞെടുപ്പാണ് ഈ തെരഞ്ഞെടുപ്പ്. അദ്ദേഹത്തിന്റെ ഒരു സ്റ്റാമ്പ് സൈസ് ഫോട്ടോ പോലും ഈ തെരഞ്ഞെടുപ്പിൽ ഒരിടത്തെങ്കിലും നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒരു സ്റ്റാമ്പ് സൈസ് ഫോട്ടോ ആലോചിച്ച് നോക്കൂ. അതെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഈ ഉപയോഗിക്കുക, വലിച്ചെറിയുക എന്നുള്ള ആ ഒരു സിദ്ധാന്തം, യൂസ് ആൻഡ് ത്രോ, അത് ഏറ്റവും കൃത്യമായി ഈ തെരഞ്ഞെടുപ്പിൽ തന്നെ നമ്മൾക്ക് കാണാൻ കഴിയും. ഇനി അതിന്റെ മറ്റൊരു പതിപ്പാണ് ശ്രീ ജി സുധാകരൻ. ആലപ്പുഴയിലെന്നല്ല, കേരളത്തിൽ ഒരുപക്ഷെ സീനിയോറിറ്റി വെച്ച് CPM നോക്കിയാൽ 63 വർഷം അദ്ദേഹം പാർട്ടി. അത് ഈ 4 വർഷത്തിലൊരിക്കലാണല്ലോ CPM പാർട്ടി കോൺഗ്രസ്. എത്രയോ പാർട്ടി കോൺഗ്രസിൽ പങ്കെടുക്കുക മാത്രമല്ല, അവിടെ സംസാരിക്കാൻ പോലും അവസരം കിട്ടിയിട്ടുള്ള തനി കമ്മ്യൂണിസ്റ്റാണ് സുധാകരൻ. ഈ നമ്മളിപ്പോൾ പാർട്ടിയിൽ പലരുടെയും ഒരു തീവ്രത, പാർട്ടിക്കകത്തുള്ള തീവ്രത, മറ്റേ തീവ്രതയല്ല. ഇപ്പൊ തീവ്രത എന്ന് പറഞ്ഞ ആളുകൾ ഉടനെ മറ്റേ തീവ്രതയിലേക്ക്, ശ്രീമതി ടീച്ചറും ബാലൻ ഡോക്ടറുടെയും ഒക്കെ തീവ്രതയിലേക്കാണ് പോകുന്നത്. അതല്ല, കാഠിന്യം എന്നുള്ള ഗാഠമായ ആ വിശ്വാസം, അത് സ്ഥാനമാനങ്ങൾ വെച്ചിട്ടാണ് പലപ്പോഴും. എത്ര തവണ MLA ആയി, മന്ത്രിയായോ, പാർട്ടി സെക്രട്ടറി ആയോ, അതല്ല. അടിയുറച്ച പാർട്ടിക്കാരൻ എന്ന് പറഞ്ഞാൽ ഈ സ്ഥാനങ്ങൾ ഇല്ലാതെ തന്നെ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആ അർത്ഥത്തിൽ ജി സുധാകരനോട് കാണിച്ചത് കടുത്ത അനീതിയാണ് എന്നുള്ളതിന് ഒരു തർക്കവുമില്ല. അതിപ്പോഴല്ല, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ അത് കാണിച്ചു. അദ്ദേഹത്തിൽ ഞാൻ കാണുന്ന, അല്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങൾ മൊത്തത്തിൽ കാണുന്ന ഒരു പ്രത്യേകത, എത്ര വലിയ കമ്മ്യൂണിസ്റ്റ് ആണെങ്കിലും യാഥാർത്ഥ്യങ്ങളെ അംഗീകരിക്കാനുള്ള അദ്ദേഹത്തിന്റെ മനസ്സിന്റെ ആ ഒരു വിശാലതയാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ആ ഒറ്റ ഉദാഹരണം മതി. ഇബ്രാഹിം കുഞ്ഞ് എന്ന് പറയുന്ന മുസ്ലിം ലീഗ് മന്ത്രിയെ പാലാരിവട്ടം പാലത്തിന്റെ പേരിൽ ക്രൂശിച്ചു. ആ സമയത്ത് ഈ ജി സുധാകരൻ മന്ത്രിയാണ് പറഞ്ഞത്, അദ്ദേഹത്തെ അങ്ങനെ ക്രൂശിക്കുന്നത് രാഷ്ട്രീയപരവും വ്യക്തിപരവുമായി ഒരിക്കലും ശരിയല്ല. ആ വിഷയത്തെ നിങ്ങൾ വേണമെങ്കിൽ വിമർശിക്കൂ, ആ വ്യക്തി അതിനകത്ത് നേരിട്ട്, ഒരു പാലത്തിന് എന്തെങ്കിലും കേടുപാടുകൾ വന്നാൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം മന്ത്രിക്കാണെന്ന് പറയുന്നതിനകത്ത് ഒരർത്ഥവുമില്ല എന്ന ശക്തമായ സ്റ്റാൻഡ് എടുത്തു. അവിടം തൊട്ടൊക്കെയാണ് അദ്ദേഹത്തിന്റെ പേര് മാർക്ക് ചെയ്ത് തുടങ്ങിയത്. മറ്റൊന്ന്, പി കൃഷ്ണപിള്ളയുടെ സ്മാരകം. പി കൃഷ്ണപിള്ള ആരാണെന്ന്, യഥാർത്ഥത്തിൽ അദ്ദേഹം എന്തായിരുന്നെന്നോ ഒക്കെ ഉള്ളത് അന്നത്തെ കാലഘട്ടത്തിലുള്ളവർക്കേ അറിയാം. പക്ഷെ ചരിത്രം അദ്ദേഹത്തെ കുറിച്ച് പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത് മഹാനായ കമ്മ്യൂണിസ്റ്റ് എന്ന്. ആ കമ്മ്യൂണിസ്റ്റുകാരന്റെ പ്രതിമ ആണ്
അവിടെ തലയറുത്ത് കൊണ്ടുപോയത്. ആ വിഷയത്തിലൊക്കെ വലിയ ചർച്ചകൾ ഉണ്ടായി. ഇപ്പോൾ അദ്ദേഹം അത് തുറന്നു പറയുകയും ചെയ്തു. CPM-ന്റെ ഒരു ജില്ലാ സെക്രട്ടറി ആ സംഭവം നടക്കുന്ന സമയത്ത് ആ സ്പോട്ടിൽ വന്നു. എന്തിനു വന്നു, എങ്ങനെ വന്നു, ഇതൊക്കെ ചോദിക്കാൻ കമ്മ്യൂണിസ്റ്റുകാർക്കേ പറ്റൂ, ബാക്കിയുള്ളവർക്ക് ചോദിക്കാൻ പറ്റില്ല. അതവിടെ നിൽക്കട്ടെ. അപ്പൊ ഇത്തവണ തെരഞ്ഞെടുപ്പിൽ എല്ലാവരും 140-ൽ ഒരു പക്ഷേ ഏറ്റവും ഉറ്റുനോക്കുന്ന ഒരു മണ്ഡലമായിരിക്കും അമ്പലപ്പുഴ. അമ്പലപ്പുഴ പാൽപ്പായസത്തിന് പ്രസിദ്ധമാണ്. പക്ഷെ ഇത്തവണ അവിടെ വോട്ടെണ്ണുന്നതിൻ്റെ അന്ന് ആരായിരിക്കും പാൽപ്പായസം നേർച്ചയായിട്ട് ജനങ്ങൾക്ക് വാങ്ങി അവിടെ മുഴുവൻ പേർക്കും കൊടുക്കുന്നതെന്ന് കാത്തിരിക്കുകയാണ്. അത് G. സുധാകരന്റെ പേരിൽ തന്നെ ആകും എന്നുള്ളതാണ് ഞാൻ വിലയിരുത്തുന്നത്. ശരി. H. സലാം എന്ന് പറയുന്ന നിലവിലെ MLA-യും പാർട്ടി സെക്രട്ടറിയും ഒക്കെ ആയിരുന്ന അദ്ദേഹത്തിന് ഇത്തവണ അടി പതറുക തന്നെ ചെയ്യും. അവിടെ ഒറ്റ കാര്യം മതി. G. സുധാകരൻ എന്ന വ്യക്തിക്ക് മുഖ്യമന്ത്രി ഇട്ട പേരെന്താ? ചെറ്റത്തരം എന്നാണെങ്കിലും ചെറ്റത്തരം കാണിക്കുന്നത് ആരാണോ അയാൾ ചെറ്റ എന്നാണ് മലയാളം സമാസം. ബഹുവ്രീഹി ഇല്ലേ? അപ്പോൾ ഈ ശബ്ദധാരാവലിക്ക് ഒരുപാട് വാക്കുകൾ, പരനാറി. അവിടെ ഒരു കാര്യം വളരെ പ്രസക്തമാണ്. ചെറ്റത്തരം പരനാറി എന്ന് വിളിച്ചതോടുകൂടി നമ്മളുടെ പ്രേമചന്ദ്രൻ എന്ന വ്യക്തിയുടെ ഗ്രാഫ് അവിടെ ഒരു കാര്യം കൂടി നമുക്കൊന്ന് ഓർമ്മിപ്പിക്കണം. ഈ പരനാറി എന്ന് പറഞ്ഞതിന് വലിയ വിമർശനം ഉണ്ടായി. അപ്പൊ അദ്ദേഹം ഒരു ദിവസം മൈക്കിന്റെ മുമ്പിൽ ഒന്നിന്ന് പറയുകയാണ്, ഞാൻ ഒരു MP ആയിരുന്ന ഒരാളെ അല്ലെങ്കിൽ ഒരു നേതാവിനെ ഞാൻ പരനാറി എന്ന് പറഞ്ഞാൽ തെറ്റായെന്ന് ഒരുപാട് പേർ പറഞ്ഞു. അത് ഞാനും നോക്കിയപ്പോൾ ശരിയാണ്. അത് പരനാറി അല്ല, അദ്ദേഹം പരമനാറിയാണ്. രണ്ടാമത് പറഞ്ഞ അങ്ങനെയാ, സൂപ്പർലേറ്റീവ് ഡിഗ്രിയിലാണ് പറഞ്ഞത്. അതുപോലെ ഈ G. സുധാകരനെ ചെറ്റത്തരമെന്നും ചെറ്റയെന്നും പറഞ്ഞതോടുകൂടി അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ രേഖ ഭാവി സുരക്ഷിതമായി. അദ്ദേഹം അവിടെ ഉറപ്പായും ശ്രീ G. സുധാകരൻ വിജയിക്കുമെന്നാണ് താങ്കൾ പറഞ്ഞു നോക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞത് ആലപ്പുഴയിൽ ഏകദേശം 9 നിയോജക മണ്ഡലങ്ങൾ. ആ 9 നിയോജകങ്ങളിൽ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് LDF-ന് 8 സീറ്റുകളുണ്ട്. ഒരു സീറ്റിൽ മാത്രമാണ് അവിടെ ഈ പറയുന്ന കോൺഗ്രസ് ഉള്ളത്. അതും പഴയ പ്രതിപക്ഷ നേതാവ് ഇപ്പോഴത്തെ മുഖ്യമന്ത്രി കുപ്പായമൊക്കെ തന്നിയിരിക്കുന്ന രമേശ് ചെന്നിത്തല. ആകെയുള്ള ഹരിപ്പാട് സീറ്റ് മാത്രമാണ്. ഈ അരൂര്, ചേർത്തല, ആലപ്പുഴ, അമ്പലപ്പുഴ, കുട്ടനാട്, ഹരിപ്പാട്, കായംകുളം, മാവേലിക്കര, ചെങ്ങന്നൂർ, ഇത്രയും നിയോജക മണ്ഡലങ്ങൾ അടങ്ങുന്ന ആലപ്പുഴയിൽ ഇപ്രാവശ്യം എത്ര സീറ്റിലേക്കാണ് UDF-ന്റെയും LDF-ന്റെയും യാത്ര എന്ന് പറയുന്നത്? കൃത്യം നമുക്കൊന്നും പറയാൻ പറ്റില്ലെങ്കിൽ ഇപ്പോൾ വരെയുള്ള ഒരു കണക്കുകൂട്ടൽ 6-3 6 UDF, അത് ശരി, 3 LDF. UDF-ന് 6 ലഭിക്കുന്നു എന്നാണ് താങ്കൾ പറയുന്നത്. LDF-ന് 3 ഇത് ഏതൊക്കെയാണ് ആ സീറ്റുകൾ? അതിലെ ഒന്ന് നിലവിലെ തന്നെ ഉള്ള ഹരിപ്പാട് ശ്രീ രമേശ് ചെന്നിത്തല. അത് കൃത്യമായി ഉറപ്പ് തന്നെ, അവിടെ തർക്കമില്ലാത്തതാണ്. പക്ഷേ നിങ്ങളുടെ ഈ കോൺഗ്രസ്സുകാരിലൊരു കുഴപ്പമുണ്ട്. ആരെങ്കിലും കാല് വാരണമെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് നിന്നുകൊണ്ട് കാല് വാരി തോൽപ്പിക്കുകയും ചെയ്യാം. പണ്ട് മാളയിൽ കരുണാകരനെ അത്തരത്തിൽ തോൽപ്പിച്ചിട്ടുണ്ട്. അതുപോലെ പല മണ്ഡലങ്ങളിലും അവർക്ക് ആവശ്യമില്ലാത്ത സ്ഥാനാർത്ഥികളാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ തോൽപ്പിക്കുന്ന പാരമ്പര്യം കോൺഗ്രസ് കൊണ്ട് തന്നെ. മാളയിൽ തോറ്റിട്ടില്ല. മാളയിലല്ലല്ലോ തോറ്റത്, തൃശ്ശൂരിലെ പാർലമെന്റ്. നിയമസഭയിൽ അദ്ദേഹം മാളയിൽ തോറ്റിട്ടില്ലെന്നാണ്. 2 മത്സരിച്ചപ്പോൾ പോലും 2 ജയിച്ചു. ഇവിടെ നമ്മളുടെ നേമത്താണ് രാജിവെച്ചത്. അത് അതിനു മുമ്പത്തെ നിയമസഭ. അപ്പൊ അതിനകത്ത് മറ്റൊരു കാര്യമുണ്ട്. ശ്രീ ഗോപകുമാർ ഈ പറഞ്ഞതുപോലെ കോൺഗ്രസിനെ കുറിച്ച് ഈ ചില സംഗതികൾ, ചില വ്യക്തികളെയും ചില പാർട്ടികളെയും കുറിച്ച് അങ്ങ് പറഞ്ഞ് പതിപ്പിച്ചത് സത്യം പറഞ്ഞാൽ അതുമായിട്ട് യാതൊരു ബന്ധവും കാണത്തില്ല. അതുപോലെ ഒന്നാണ് ഈ കോൺഗ്രസ്സുകാരെ തോൽപ്പിക്കുമെന്ന് പറഞ്ഞത്. അത് ഞാൻ ഇത് പറയാൻ കാരണം വേറൊന്നും കൊണ്ടല്ല, അതിന്റെ ഏറ്റവും വലിയ നേർസാക്ഷ്യം നടന്നത് നമ്മൾ മിണ്ടുന്നില്ല. അച്യുതാനന്ദനെ തോൽപ്പിച്ചു. CPM-ന്റെ ആൾക്കാരെയാണ് ഇത് തോൽപ്പിക്കുന്നത്. പിന്നെ അത് അവര് വെളി പറയില്ല. ഈ പല കാര്യങ്ങളും ആ പാർട്ടിക്ക് ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ ചിലര് പറഞ്ഞാൽ അത് വിശ്വസിക്കും. CPM-ന്റെ ഒരു വലിയ നേട്ടം എന്താണ്? അതിനകത്ത് എന്ത് നടന്നാലും വെളിയിൽ വരില്ല. അതുകൊണ്ട് ഈ കാലുവാരൽ എന്ന് പറയുന്ന അത് ഒരുപക്ഷെ കണ്ടുപിടിച്ചത് തന്നെ കമ്മ്യൂണിസ്റ്റ് ആയിരിക്കും, പിന്നീടായിരിക്കും അത് കോൺഗ്രസ്സുകാരും കൂടെ പകർത്തി തുടങ്ങിയത്. അത് പോട്ടെ.
എന്തായാലും ഇത്തവണത്തെ ഒരു പ്രത്യേകത ടീം UDF ആണ്. അത് എന്തുകൊണ്ടാ? കേന്ദ്രത്തിൽ പരമാവധി 8 കൊല്ലത്തിനപ്പുറം പ്രതിപക്ഷത്ത് നിന്നിട്ടില്ല. 96 മുതൽ 2004 വരെയുള്ള 8 കൊല്ലമാണ് കേന്ദ്രത്തിൽ കോൺഗ്രസ് ഭരണത്തിന് വെളിയിൽ നിന്നത്. എത്ര വർഷമായി? 5 വർഷം, 12 വർഷമായി. ഈ രീതിക്ക് അങ്ങ് പോയാൽ 15 ആവും. അതേപോലെ കേരളത്തിൽ 5 വർഷത്തിനപ്പുറം വെളിയിൽ നിന്നിട്ടില്ല. ഇപ്പം 10 കൊല്ലമായി. ഇനിയും കാലുവാരിയ 15 കൊല്ലം ആവും. പിന്നെ വാരേണ്ടി വരില്ല. ആ തിരിച്ചറിവുണ്ട്. അതുകൊണ്ട് ഇത്തവണ അങ്ങനെ ഒരു വിഷയം കേരളത്തിലെ ഒരു മണ്ഡലത്തിൽ അല്ല, അങ്ങനെ ഒരു തിരിച്ചറിവ് കോൺഗ്രസ്സുകാർക്ക് ഉണ്ടായെങ്കിൽ ഡെഫിനറ്റ് ആണ് നിങ്ങൾ UDF ജയിക്കും. അതെന്താ സംശയം? അതില്ലെങ്കിൽ മാത്രമാണ് ഇപ്രാവശ്യം ബുദ്ധിമുട്ട്. അല്ല, അത് നമ്മൾ ഈ ചിലതൊക്കെ ഏതിനും ഒരു പരിധിയില്ലേ? ഈ കാലുവാരലിനൊക്കെ ഒരു പരിധിയില്ലേ? എന്നും കാലുവാരിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ പിന്നെ കാലുവാരണ്ട, അങ്ങ് അപ്പുറത്തങ്ങ് പോയാ പോരെ. അങ്ങനെയുള്ള മിക്കവാറും ഉള്ളവരെല്ലാം അങ്ങ് അപ്പുറത്ത് പോയല്ലോ. ഇനി ഏതാണ്ട് ഉള്ളതെല്ലാം അടിയുറച്ചതാ. അതുകൊണ്ട് ഇനി കാലുവാരൽ എന്ന് പറയുന്ന ഒരു വാചകത്തിന് പ്രസക്തിയില്ല. അപ്പോ ഹരിപ്പാട് ഉറപ്പ്, 100% ഗ്യാരണ്ടി. 2 അമ്പലപ്പുഴ. ഇനി അടുത്തത് അരൂർ. അവിടെ ഇപ്പോൾ ദലീമ എന്ന് പറയുന്ന പാട്ടുകാരിയാണ്. കഴിഞ്ഞ ദിവസം അവരുടെ ഒരു പ്രസ്താവന കേട്ട് ചിരിച്ചുപോയി. മാർപ്പാപ്പയേക്കാൾ പരിശുദ്ധൻ. കേട്ടപ്പോൾ നമ്മൾക്ക് പോലും ചിരി വരുന്നു. യേശുക്രിസ്തുവിനേക്കാൾ എന്ന് പറയാഞ്ഞത് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ചേർന്ന് ആരാണെന്ന് പറയണം. ഞങ്ങളത് പറഞ്ഞു വെച്ചാൽ പോരെ. മാർപ്പാപ്പയേക്കാൾ പരിശുദ്ധനായ ആളാണെന്ന് പറയും. മാർപ്പാപ്പയേക്കാൾ പരിശുദ്ധൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ. മാർപ്പാപ്പയേക്കാൾ പരിശുദ്ധൻ. നമ്മുടെ വെള്ളാപ്പള്ളി മുഖ്യമന്ത്രിക്ക് കൊടുത്തത് എന്താണ്? ശ്രീനാരായണ ഗുരുവിനേക്കാൾ വലിയ ശ്രീനാരായണീയൻ. എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഈ വാസ്തവമായി ഒരു ബന്ധവുമില്ലാത്ത ഇത്തരം പ്രസ്താവനകൾ ഇറക്കുന്നവരെ ക്രിമിനൽ കുറ്റം ചുമത്തി ജയിലിൽ അടയ്ക്കാൻ വകുപ്പുണ്ടാകും. അല്ല, അതെന്തറിയാം, ഈ വെള്ളാപ്പള്ളി നടേശനെ പോലുള്ളവർക്കൊക്കെ എന്ന് വെച്ചാൽ അവരുടെ കാര്യം നടക്കണം. അതുകൊണ്ട് പിണറായി വിജയനെയോ നാളെ ഇന്ന് തെറി വിളിക്കുന്ന സതീശനെയോ ഒക്കെ കൂട്ടുപിടിച്ചാലും നമ്മൾ അത്ഭുതപ്പെടാനില്ല. സംഭവിക്കാവുന്ന കാര്യങ്ങളാണ്. അത് അവർക്ക് വ്യവസായമാണ് അവരുടെ ഈ പറയുന്ന അവരുടെ രാഷ്ട്രീയം എന്ന് പറയുന്നത്. മറ്റൊന്ന്, ഗുരുവിനെ വിറ്റ് ജീവിക്കുന്ന ഇവരെ പോലുള്ളവർക്കൊന്നും ഈ ഗുരുവിന്റെ മഹത്വം എന്താണെന്ന് അറിയില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് പിണറായി വിജയനെയൊക്കെ അതിന്റെ മുകളിലേക്ക് കയറ്റുന്നത് എന്ന് പറയുന്നത്. അതായത് ശ്രീനാരായണനേക്കാൾ അല്ലെങ്കിൽ നാരായണ ഗുരുവിനേക്കാൾ വലിയ നാരായണൻ എന്നൊക്കെ പറഞ്ഞാൽ കേട്ടോണ്ടിരിക്കുന്നവർ മണ്ടന്മാരായിരിക്കും. ചിലപ്പോൾ അത് വെള്ളാപ്പള്ളിക്ക് ദഹിക്കുമായിരിക്കും, ബാക്കിയുള്ളവർക്ക് ദഹിക്കണമെന്നില്ല. നമുക്ക് അതിന് മാറ്റാം. അല്ല, അത് വെള്ളാപ്പള്ളി പറഞ്ഞോട്ടെ, അദ്ദേഹത്തിന് ലക്ഷ്യങ്ങളുണ്ട്. ദലീമ എന്ന് പറയുന്ന ഈ ചെറുപ്പക്കാരിയും സ്ത്രീയുമായ സർവോപരി കലാകാരിയുമായ ഒരു വ്യക്തി, ഈ കലാകാരന്മാരും കലാകാരികളുമാണ് പലപ്പോഴും ഇത്തരം കാര്യങ്ങളെയൊക്കെ തുറന്നു കാട്ടുന്നത്. അപ്പോ അതോടുകൂടി തന്നെ എന്താണ് അവർ എന്നുള്ള ആ ഒരു ചിത്രം അവിടെ തെളിയുകയുണ്ടായി. അപ്പൊ അരൂരിലും അവിടെ മത്സരിക്കുന്ന എതിർ സ്ഥാനാർത്ഥി ഷാനിമോളാണ്. അവര് പലപ്പോഴും ദൗർഭാഗ്യത്തിന് പലപ്പോഴും തോക്കാറുണ്ട്. ഒരു തവണ ഉപതെരഞ്ഞെടുപ്പിലാണ് ജയിക്കാൻ കഴിഞ്ഞത്. അവരുടെ ഒരു പ്രത്യേകത, എന്തെങ്കിലും പാർട്ടിക്കുള്ളിൽ തന്നെ ആണെങ്കിലും വെട്ടി തുറന്ന് പറഞ്ഞ് ശത്രുത ഉണ്ടാക്കിയാണ് പലപ്പോഴും തോക്കുന്നത്. ഈ നല്ല തനി രാഷ്ട്രീയക്കാരാണെങ്കിൽ ആരെയെങ്കിലും വ്യക്തികളെയോ വിഷയങ്ങളെയോ എതിർത്താൽ നിലനിൽപ്പ് അപകടത്തിലാണെന്ന് കണ്ടു മിണ്ടാതിരിക്കുന്നതാണ് പ്രായോഗിക രാഷ്ട്രീയം. പക്ഷെ അതല്ല ഈ പറഞ്ഞ വ്യക്തി. VM സുധീരന്റെ കാര്യത്തിലായാലും പലരുടെ കാര്യത്തിലും സ്വന്തം പാർട്ടിക്കകത്ത് തന്നെയുള്ള പലരുടെയും നിലപാടുകളെ പറഞ്ഞ് അങ്ങനെയാണ് പലപ്പോഴും തോൽവി ചോദിച്ചു വാങ്ങിയിട്ടുള്ളതാ. ഇപ്രാവശ്യം അങ്ങനെയുള്ള വിഷയങ്ങളൊന്നുമില്ലാത്തത് കൊണ്ടും വിഷയം അപ്പുറത്തായത് കൊണ്ടും 2 സ്ത്രീകൾ തമ്മിലുള്ള, 2 അല്ല, BJPയുടെ സ്ത്രീയാണെന്ന് തോന്നുന്നു, 3 സ്ത്രീകൾ തമ്മിലുള്ള മത്സരമായത് കൊണ്ട് ഷാനിമോൾ ഉസ്മാൻ അവിടെ ഉറപ്പിക്കുകയാണ്. അപ്പൊ 3 സീറ്റുകൾ ഉറപ്പിച്ചു കഴിഞ്ഞു ദലീമ. അടുത്തത് ആലപ്പുഴയാണ്. ആലപ്പുഴയില് നിലവിലെ MLA ചിത്തരഞ്ജൻ ചാനൽ ചർച്ചകളിലൂടെ വന്ന് ഏത് രീതിയിലും പാർട്ടിയെ ന്യായീകരിച്ച് കടന്നു വന്ന് രക്ഷപ്പെട്ട ഒരു MLA ആണ്. അദ്ദേഹത്തിനെ എതിർക്കുന്ന സ്ഥാനാർത്ഥി തോമസ് യൂത്ത് കോൺഗ്രസിന്റെ നേതാവാണ്. അദ്ദേഹത്തിനെതിരെ വധശ്രമത്തിന് വരെ കേസെടുക്കുകയും ഒക്കെ ചെയ്ത ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ നിലപാടുകൾക്കെതിരെ ശക്തമായി സമരം ചെയ്ത ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് നമ്മുടെ തീരപ്രദേശത്ത് കിട്ടുന്ന, തീരപ്രദേശമാണ് കൂടുതലും അവിടെ, ആ തീരപ്രദേശത്ത് കിട്ടുന്ന സ്വീകാര്യത, ഒപ്പം
ന്യൂനപക്ഷ സമുദായങ്ങളുടെ മൊത്തത്തിലുള്ള കോൺഗ്രസിനോടുള്ള ഒരു സമീപനം ഇതെല്ലാം അദ്ദേഹത്തിന് അനുകൂലമായി വരുന്നത് കൊണ്ട് ഇപ്രാവശ്യം ചിത്തരഞ്ജൻ വോട്ടെണ്ണി കഴിയുമ്പോൾ മുൻ MLA എന്ന നിലയിൽ വീണ്ടും ചാനലുകളിലേക്ക് വരാനുള്ള സാധ്യതകളെല്ലാം കാണുന്നുണ്ട്. അപ്പൊ എത്ര 4 സീറ്റുകളായി. 4 സീറ്റുകളായി. ഇനി ഉള്ളത് കായംകുളവും മറ്റൊരു കലാകാരിയാണ്. ആ കലാകാരി ഈ അടുത്ത സമയത്ത് അവരെ ആക്ഷേപിച്ചു എന്നതിനെ ചൊല്ലി നല്ല ഭംഗിയായി കരയുന്ന ചിത്രങ്ങളൊക്കെ നമ്മൾ കാണുകയുണ്ട്. പക്ഷെ കുറച്ചു നാളിന് മുമ്പ് അവരുടെ മകനുമായി ബന്ധപ്പെട്ട ഒരു ലഹരി കേസ് വന്ന സമയത്ത് മാധ്യമങ്ങളെ മുഴുവൻ, അതിലെ ആൺമാധ്യമക്കാരെയും പെൺമാധ്യമക്കാരെയും ഒക്കെ വിളിച്ച ഒരു വാക്ക് ശ്രീ ഗോപകുമാർ മറന്നു കാണത്തില്ല. ഇല്ല, അത് തിരിച്ചു കിട്ടുമ്പോഴാണ് പ്രശ്നം ഉണ്ടാകുന്നത്. സാധാരണ അതിലെ സ്ത്രീകളെ കുറിച്ചാണ് പറയുന്നത്. ഇത് പുരുഷന്മാരും അത്തരം പ്രവൃത്തിയിൽ ഏർപ്പെടുത്തുന്നവരാണെന്ന് ഒരിക്കലും വിശ്വസിക്കാത്ത ആ പേര് വരെ പറഞ്ഞ വ്യക്തിയാണ്. അതുകൊണ്ട് അതൊന്നും ഈ തെരഞ്ഞെടുപ്പിൽ ബാധിക്കില്ല. മറ്റൊന്ന്, അവരുടെ സ്വന്തം പാർട്ടിക്കാര് തന്നെ ഈ MLAക്കെതിരെ മുമ്പ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, ആ പറഞ്ഞവർക്കെതിരെ ആ വ്യക്തി പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, അതൊക്കെ നോക്കുമ്പോൾ ഒരു അല്പം എല്ലാ കാലഘട്ടത്തിലും വിവാദങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ്. പിന്നെ ആലപ്പുഴ ജില്ലയിൽ പാർട്ടിക്കകത്തുള്ള ഇപ്പോഴത്തെ പ്രത്യേക വിഭാഗീയതയും കൂടി ചേരുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് ബുദ്ധിമുട്ടാണ്. എതിർ സ്ഥാനാർത്ഥി ആരാ? ലിജുവിനും നേരത്തെ പറഞ്ഞ കൊല്ലത്തെ ബിന്ദു കൃഷ്ണയുടെ ഒരു ഘടകം ബാധകമാണ്. പലതവണ മത്സരിച്ചു, ചെറിയ വ്യത്യാസത്തിനും വലിയ വ്യത്യാസത്തിനുമൊക്കെ പരാജയപ്പെട്ടു. രാഷ്ട്രീയത്തിൽ ഒരു പക്ഷേ ചർച്ചകളിലും എതിരാളികളെയും ഇത്രയും മാന്യമായി പെരുമാറുന്ന ഒരു നേതാവ് ഒരുപക്ഷെ വേറെ ആരുമില്ല. ഇന്ന് വരെ നമ്മൾ അദ്ദേഹം ചാനലിലൂടെ ആരെയും അധിക്ഷേപിച്ച് നമ്മൾ കണ്ടിട്ടില്ല. അതെ, കൃത്യമായ കാര്യങ്ങൾ പറയും എന്നുള്ളതല്ലാതെ ആ വ്യക്തിത്വത്തിന് ഒരു വലിയ അംഗീകാരം ഉണ്ടാകും. ആ അർത്ഥത്തിൽ അദ്ദേഹത്തിന് കായംകുളം MM ഹസന് ശേഷം തിരിച്ചു പിടിക്കാവുന്ന ഒരവസ്ഥ കോൺഗ്രസിന് ഇപ്പോൾ അവിടെ ഉണ്ട്. അപ്പോൾ എത്ര സീറ്റായി? 5 സീറ്റായി. അടുത്തതാണ് ചെങ്ങന്നൂർ. സജി ചെറിയാൻ എന്ന മന്ത്രിയിലൂടെയാണ്. ആ മന്ത്രിയും വിവാദ മന്ത്രിയാണല്ലോ. കുന്തംകുടച്ചക്രം മന്ത്രിസ്ഥാനം പോയി, പിന്നീട് തിരികെ കിട്ടി. വീണ്ടും സ്വന്തം മന്ത്രിസഭയിലെ സഹപ്രവർത്തക വീണ ജോർജിന്റെ ആശുപത്രിയിൽ പോയിരുന്നെങ്കിൽ ഭിത്തിയിൽ പടമായി പോയേനെ. സ്വകാര്യ ആശുപത്രിയിൽ പോയത് കൊണ്ട് ഞാനിപ്പോഴും ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് സ്വന്തം അടുത്ത ജില്ലയിലുള്ള മന്ത്രിയെ വരെ തള്ളിപ്പറഞ്ഞതിന്റെ പ്രതികാരങ്ങളൊക്കെ അവിടെ ഉണ്ടാകും എന്ന് തന്നെയാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിലുമുപരി മതപരമായി വർഗീയമായി വെള്ളാപ്പള്ളിക്കൊക്കെ പ്രോത്സാഹനം കൊടുക്കുന്ന രീതിയിൽ മലപ്പുറത്തും കാസർഗോഡുമൊക്കെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ജയിച്ചവരുടെ പേരുകൾ നോക്കിയാൽ തീവ്രവാദികളാണെന്നും അവരൊക്കെയാണ് UDF എന്നും UDF വന്നാൽ ജമായത്തെ ഇസ്ലാമി ആഭ്യന്തരമന്ത്രിയാകുമെന്ന് പറഞ്ഞ AK ബാലന്റെ ഇരട്ട സഹോദരനായി മാറുകയും ചെയ്തതിന്റെ തിരിച്ചടിയൊക്കെ തീർച്ചയായും ഉണ്ടാകും. അതുപോലെ ന്യൂനപക്ഷങ്ങളുടെ ഒരു വലിയ കൺസോൾട്ടേഷൻ അവിടെ ഉണ്ടാകും. ഈ പിന്നെ നമ്മളുടെ FRCA പോലെയുള്ളതൊക്കെ FCRA ഫോറിൻ കറൻസി അല്ലേ, ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട് FCRA അത് കേന്ദ്രം കൊണ്ടുവന്നതിന്റെ അതൃപ്തി ഈ BJP അനുഭാവികളായ സമുദായക്കാരുടേതെല്ലാം വരും. അങ്ങനെ വരുമ്പോൾ എബി കുര്യാക്കോസ് എന്ന് പറയുന്ന DCC ജനറൽ സെക്രട്ടറിയും KSUവിലും യൂത്ത് കോൺഗ്രസിന്റെയും സർവകലാശാലകളിലെയും ഒക്കെ ഭാരവാഹിയായിരുന്ന എബി കുര്യാക്കോസിലൂടെ ചെങ്ങന്നൂർ ഇത്തവണ തിരിച്ച് UDF പിടിക്കും. അപ്പൊ എത്രയായി? 6 സീറ്റായി. ഇനിയുള്ള 3 സീറ്റാണ് പൂർണ്ണമായും LDFന് കൊടുക്കുന്നില്ലെങ്കിലും അവർക്ക് സാധ്യതകൾ ഉള്ള 3 സീറ്റ്. ഒന്ന് ചേർത്തല, CPIയുടെ പ്രസാദ് എന്ന് പറയുന്ന മന്ത്രിയാണ്. അവിടെ ഒരു കാര്യം പ്രസക്തമാണ്. G സുധാകരൻ എന്ന് പറയുന്ന വ്യക്തി പറഞ്ഞത്, ഞാൻ അമ്പലപ്പുഴയ്ക്ക് പുറത്ത് ഒരിടത്തും പോകില്ല, ഒരിടത്ത് മാത്രം പോകും. അതെവിടെയാ? ചേർത്തലയിൽ. എന്തുകൊണ്ടാ? എന്നെ കമ്മ്യൂണിസം പഠിപ്പിക്കാൻ വന്നിരിക്കും. 5-6 പാർട്ടി കോൺഗ്രസിൽ പ്രസംഗിച്ച എന്നെ
എൻ്റെ പ്രായത്തിന്റെ പകുതി പോലും അല്ലെങ്കിൽ പ്രായത്തെ ഒരുപാട് പിന്നിലുള്ള CPI-കാരൻ CPM-കാരനായി എന്നെ കമ്മ്യൂണിസം പഠിപ്പിക്കാൻ വന്നതുകൊണ്ട് ഞാൻ അവിടെ പോകും. ആ ഇഫക്റ്റ് എത്രത്തോളം ഉണ്ടാകും എന്ന് നമ്മൾക്കറിയില്ല. ആ ഒരു ഫാക്ടർ വിജയിച്ചാൽ അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുണ്ടാകും എന്നാണ് ഞാൻ കണക്ക് കൂട്ടുന്നത്. മറ്റൊന്ന്, അപ്പൊ അതും ലഭിക്കുകയാണ്. അല്ല, അത് ലഭിക്കുക എന്ന് പറഞ്ഞാൽ ഉറപ്പല്ല, സാധ്യത. ഇനി അടുത്തത് മറ്റേ 6-3 നമ്മൾ പറഞ്ഞല്ലോ, ആയി കഴിഞ്ഞു. ആ 3-ൽ ഈ ഒരെണ്ണത്തിന് ഇങ്ങനെ ഒരു സാധ്യത ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. ശരി, ആയിക്കോട്ടെ. അടുത്തത് കുട്ടനാട്, തോമസ് കെ തോമസ്. അവിടെ റെജി ചെറിയാൻ. തോമസ് കെ തോമസ് LDF-നകത്തു നിന്ന് ഒരവസരത്തിൽ പുറത്തു പോകുന്നു എന്നുവരെയൊക്കെ പറഞ്ഞതാണ് എങ്കിൽ പോലും ഇപ്പോൾ അദ്ദേഹം സ്ഥാനാർത്ഥിയാണ്. അവിടെ ഒരു അദ്ദേഹത്തിന്റെ സഹോദരനുമായി ബന്ധപ്പെട്ട പിന്തുണയും സാമുദായികവും രാഷ്ട്രീയവും സാമ്പത്തികവും ഒക്കെയായ വലിയ വലിയ ചില സപ്പോർട്ടുകൾ ഉള്ളത് കൊണ്ട് അദ്ദേഹത്തിനൊരു സാധ്യതയുണ്ട്. അപ്പർ ഹാൻഡ് തോമസ് കെ തോമസിനാണ് അപ്പർ ഹാൻഡ്. അത് നമ്മൾ അംഗീകരിക്കുന്നു. അടുത്തത് മാവേലിക്കരയാണ്. അരുൺകുമാർ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ. അദ്ദേഹത്തെ കുറിച്ച് വലിയ വിവാദങ്ങളോ പരാതികളോ ഒന്നുമില്ല. സ്വീകാര്യനാണ്, ജനകീയനാണ്. അങ്ങനെ ഒക്കെയുള്ള ഒരു പ്ലസ് പോയിന്റ് പുള്ളിക്ക് ഉണ്ട്. ആലപ്പുഴയിൽ മൊത്തം പറയുന്നത് 6 സീറ്റ് UDF നേടും, 3 സീറ്റ് LDF-ൻ്റെതാണ്. പക്ഷെ അതിനകത്ത് 1 സീറ്റാണ് LDF-ന് പറഞ്ഞു വെക്കുന്നത്, ബാക്കി 8 സീറ്റുകളും കോൺഗ്രസ്. ഇത് വല്ലാത്ത വിശകലനമാണ് അവിടെ. താങ്കൾ 7, 6-3 അല്ലെങ്കിൽ 7-2. ആലപ്പുഴ പോലൊരു കമ്മ്യൂണിസ്റ്റ് കോട്ടയിലാണ് താങ്കൾ കയറി ഇത്തരത്തിലുള്ള അഭിപ്രായ പ്രകടനം നടത്തിയത് എന്നുള്ളതാണ്. എന്തായാലും എൻ്റെ ചില അഭിപ്രായങ്ങൾ അതിനകത്ത് വരുന്നത്, താങ്കൾ പറഞ്ഞ പോലെ അരൂരിലൊരു മാറ്റം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത് ഷാനിമോൾ ഉസ്മാനിലൂടെ ആയിരിക്കാം. അതിന്റെ സാധ്യതകൾ തള്ളിക്കളയുന്നില്ല, അത് ഉണ്ടാകണമെന്ന് നിർബന്ധമൊന്നുമില്ല. മറ്റൊന്ന് ആലപ്പുഴയിലാണ്. ആലപ്പുഴയിലെ മാറ്റം നമുക്ക് പ്രവചിക്കാൻ കഴിയില്ല. ചിത്തരഞ്ജൻ ആയതുകൊണ്ടല്ല. അവിടുത്തെ സ്ഥാനാർത്ഥി നിങ്ങൾ ഈ പറഞ്ഞ പോലെ തോമസ് ജനകീയനാണോ അല്ലെങ്കിൽ ജനങ്ങൾക്ക് പ്രിയപ്പെട്ടവനാണോ എന്നൊക്കെ അറിയേണ്ടത് മെയ് 4-ന് അറിയാൻ പറ്റുള്ളൂ. അതുവരെ എനിക്കത് കാത്തിരിക്കേണ്ടി വരുന്നു എന്നുള്ളതുകൊണ്ട് അതിനെ ഞാൻ മാറ്റിവെക്കുന്നു. മറ്റൊന്ന് ഹരിപ്പാടിലാണ്. ഹരിപ്പാടിൽ താങ്കൾ പറഞ്ഞ പോലെ രമേശ് ചെന്നിത്തലയുടെ സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. വിജയിക്കേണ്ട സ്ഥാനാർത്ഥിയാണ്, വിജയിക്കുകയും ചെയ്യും. മറ്റൊന്ന് അമ്പലപ്പുഴയിലെ സാധ്യത. അമ്പലപ്പുഴയിൽ വലിയൊരു അട്ടിമറി ഉണ്ടായാൽ എന്ത് സംഭവിക്കും എന്നതാണ് CPM അടക്കം ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം CPM-ന്റെ ഭാഗത്ത് നിന്ന് പുറത്തിറങ്ങിയ G. സുധാകരനെ ഏതു തരത്തിലും തോൽപ്പിക്കുക എന്നതിനപ്പുറം അതിൽ കുറഞ്ഞതൊന്നും പിണറായി വിജയൻ ചിന്തിക്കുന്നതേ ഇല്ല. അപ്പൊ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ അവിടുത്തെ G. സുധാകരന്റെ അട്ടിമറി വിജയമാണെങ്കിൽ അത് ഈ പറഞ്ഞ പോലെ അഭിനന്ദനീയമാണ്. പക്ഷെ അങ്ങനെ നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ വനവാസത്തിലേക്കുള്ള യാത്രയാകും. മാത്രമല്ല UDF-ന് തിരിച്ചടിയാകും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതവിടെ നിൽക്കട്ടെ. മറ്റൊന്ന്, അവിടെ ഒരു കാര്യം പറഞ്ഞോട്ടെ. അദ്ദേഹത്തിന്റെ ആ ജയസാധ്യതയെ തള്ളിക്കളയാതിരിക്കാനാണ് കൈപ്പത്തി ചിഹ്നം കൊടുക്കാതെ തെങ്ങ് ചിഹ്നം കൊടുത്തത്. തെങ്ങും തോപ്പ് ആ ചിഹ്നം കൊടുത്തത്. ഇനി താങ്കൾ പറഞ്ഞ അമ്പലപ്പുഴയാണ്. ആ അമ്പലപ്പുഴയിൽ ഇതാണ് സ്ഥിതിവിശേഷം. അതിന്റെ സാധ്യത എനിക്കറിയില്ല. മറ്റൊന്ന് കായംകുളത്താണ്. കായംകുളത്തിന്റെ സാധ്യതയെ തള്ളിക്കളയേണ്ടി വരുന്നു. കാരണം അവിടുത്തെ അഭിനയമൊക്കെ പ്രതിഭ വളരെ കൃത്യമായിട്ട് നടത്തുന്നുണ്ട്. പക്ഷേ ലിജുവിന്റെ സാധ്യതകൾ, കാരണം ലിജു ജനകീയനാണ്, ഒപ്പം തന്നെ കുറച്ച് ഇൻട്രോവേർട്ട് ആണെന്ന് പലപ്പോഴും തോന്നുമെങ്കിലും അദ്ദേഹം പക്ഷേ ജനങ്ങളുടെ പല പ്രശ്നങ്ങൾ കാര്യങ്ങളിൽ ഇടപെട്ട് പ്രതികരിക്കുകയും വിദ്യാഭ്യാസപരമായിട്ടും സംഘടനാപരമായിട്ടൊക്കെ ഉന്നതിയിലൊക്കെ നിൽക്കുന്നതായതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. അങ്ങനെ ലിജുവിന്റെ സാധ്യത നമുക്ക് അവിടെ കളയാൻ കഴിയില്ല. അതുപോലെ ചെങ്ങന്നൂരിൽ സജി ചെറിയാനുണ്ട് ഒരു ഭരണവിരുദ്ധ വികാരവും മന്ത്രി എന്നുള്ള പദവിയിൽ അദ്ദേഹത്തിന്റെ അപ്രമാദിത്വമൊക്കെ അവിടുത്തെ ജനങ്ങൾ മടുത്തു കഴിഞ്ഞു എന്നുള്ള സാധ്യതയെ ഉപയോഗിച്ചാൽ UDF-ന് ചിലപ്പോൾ ഗുണം ചെയ്യുന്ന ഒരു മേഖലയാണ് ചെങ്ങന്നൂർ. അങ്ങനെ മൊത്തത്തിൽ ഈ പറയുന്ന അരൂരും അമ്പലപ്പുഴയും അരൂരും ഹരിപ്പാടും കായംകുളവും ചെങ്ങന്നൂരും ഇങ്ങനെയുള്ള ഒരു 4 സീറ്റുകൾ, ആ 4 സീറ്റുകൾ ഒഴിച്ചാൽ ബാക്കിയുള്ളിടങ്ങളിലെ സാധ്യതകൾ പ്രവചനാതീതമാണ് എന്ന് പറയാണ്ടിരിക്കുന്നു. മറ്റൊന്ന് ഈ പറയുന്ന പോലെ മാവേലിക്കര അരുൺകുമാർ വിജയിക്കും എന്നുള്ള കാര്യം തർക്കമില്ല, ഭൂരിപക്ഷം മാത്രം നോക്കിയാൽ മതി. മറ്റൊന്ന് ചേർത്തലയിലും കുട്ടനാട്ടിലുമാണ്. കുട്ടനാടിന്റെ സാധ്യതകൾ അത് മറ്റൊരു തരത്തിൽ സംസാരിക്കേണ്ട വിഷയമാണ്. കുട്ടനാടിൽ തോമസിന്റെ സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. ചേർത്തലയിലും അത് തന്നെയാണ് അവസ്ഥ. ചേർത്തലയുടെ സ്ഥിതിവിശേഷവും ഇപ്പൊ നമ്മൾ കാണുന്നതെന്നും വ്യത്യസ്തമായിട്ടൊന്നും അവിടെ സംഭവിക്കാൻ പോകുന്നില്ല എന്ന് പറയേണ്ടിയിരിക്കുന്നത്. അതൊരു LDF-ന്റെ കോട്ടയാണ്. അവിടെയും വലിയ മാറ്റങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയില്ല. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പൊ സാറ് പറഞ്ഞു വെച്ചാൽ 6-3 ആണ് എന്നുണ്ടെങ്കിൽ എനിക്ക് പറയാൻ കഴിഞ്ഞത് അരൂരും ഹരിപ്പാടും ഈ കായംകുളവും ചെങ്ങന്നൂരും വേണമെങ്കിൽ അമ്പലപ്പുഴയെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ എല്ലായിടത്തും LDF-ന്റെ ഒരു തേരോട്ടമായിരിക്കും. അപ്പൊ അങ്ങനെ വരുമ്പോൾ 4-1-5-4 എന്ന് പറയപ്പെടുന്ന തരത്തിലേക്ക് എത്തപ്പെടുന്നു. അങ്ങനെ 5 സീറ്റുകൾ. ഒരു സീറ്റിന്റെ കാര്യത്തിലേ ഉള്ളൂ തർക്കം. ഒരു സീറ്റ് കാര്യത്തിൽ ഒരു സീറ്റ് എന്ന് പറഞ്ഞാൽ ആലപ്പുഴയാണ്. ആലപ്പുഴ സീറ്റുമായിട്ടാണ് നമുക്കൊരു തർക്കം നിലനിൽക്കുന്നത്. ബാക്കിയുള്ള സീറ്റുകളിലുള്ള തർക്കങ്ങളൊന്നുമില്ല. പക്ഷെ സ്വാഭാവികമായിട്ടും വിജയിക്കപ്പെടേണ്ട, ഇന്നത്തെ സാധ്യതയിൽ വിജയിക്കപ്പെടേണ്ട മണ്ഡലങ്ങളാണ്
പക്ഷെ അത് എത്രത്തോളം ഉണ്ട് എന്ന് ആലപ്പുഴയിലെ ആൾക്കാർ തീരുമാനിക്കും.